ഹലോ, പെട്ടെന്നാണ് ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞത് വേഗം തന്നെ റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തിനൊന്നും ചോദിക്കാതെ ഞാൻ വേഗം പോയി റെഡിയായി. അങ്ങനെ ഞാൻ റെഡിയായി നിൽക്കുമ്പോഴേക്കും ഏട്ടൻ വന്നു. ആദ്യമായിട്ടാണെങ്കിലും പറഞ്ഞ സമയത്ത് അവൾ റെഡിയായല്ലോ എന്നുള്ള സന്തോഷം ഏട്ടൻ്റെ മുഖത്തുണ്ടായിരുന്നു. കൂടെ എനിക്കും. കാരണം എന്തെങ്കിലും ചീത്ത കേൾക്കാതെ ഏട്ടനോടൊപ്പം ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ മുറ്റത്ത് അനിതേച്ചി ശംഖുപുഷ്പം പൂക്കളും പറിച്ച് നിൽപ്പുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് മാല കെട്ടി കൊടുക്കാനാണത്രേ. പിന്നെ അനിതേച്ചിയോട് ടാറ്റ ബൈ ബൈ സി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു. ഏകദേശം പകുതി എത്തിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടോ നമ്മൾ എങ്ങോട്ടേ പോകുന്നത്. അപ്പോൾ വേറെ എങ്ങോട്ടല്ല കേട്ടോ, ഇവർ പണി തീർത്ത് കൊടുത്ത് കുറച്ച് നാൾ മുന്നേ കുടിയിൽ കഴിഞ്ഞ ഇവരുടെ പഴയ സൈറ്റിലോട്ടാണ്. ഇതിനിടയ്ക്ക് എനിക്കെന്താ കാര്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു കൈ സഹായത്തിനെന്ന് ഏട്ടൻ പറഞ്ഞത്. അപ്പോഴേക്കും ബാഗ് തുറന്ന് ടാപ്പും ബുക്കും പേനയിലെടുത്ത് ഏട്ടൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞായിരുന്നു. കൂടെ ബോബനും മോളിയിലെ പട്ടിയെ പോലെ ഞാനും നടന്നു. അതിൻ്റെ ഇടയിലാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കമ്പനിയുടെ പേര് വെക്കണമെന്നും പറഞ്ഞ് ഏട്ടൻ വന്നത്. അങ്ങനെ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങളുടെ അഡ്ഫ്ലിങ്സ് ബിൽഡേഴ്സിനൊരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടണ്ടെന്നും പറഞ്ഞ് ഞാനങ്ങത് ചിരിച്ച് കളഞ്ഞു കേട്ടോ. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല, അടിപൊളി വർക്കായിരുന്നു, അടിപൊളി വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആറ്റിങ്ങൽ ടൗണിലേക്കാണ് കേട്ടോ വച്ച് പിടിച്ചത്. എപ്പോൾ ടൗണിലേക്ക് ഇറങ്ങിയാലും സ്ഥിരം ചായ കുടിക്കുന്ന ഒരു സ്പോട്ടുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലെ പോലെ പലതരം കടികളൊന്നും ഇവിടെ കിട്ടിയില്ലെങ്കിലും ഇവിടുത്തെ കട്ട്ലറ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഒരു പരിപ്പടയും ചായയും കട്ട്ലറ്റൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ ചായയൊക്കെ കുടിച്ച് അടിക്കില്ലെന്ന് അറിയാമെങ്കിലും ചെറിയ പ്രതീക്ഷയോടെ 2 ലോട്ടറിയൊക്കെ എടുത്ത് ഞങ്ങളിതേ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.